ഹലോ ഓൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? പാക്കിംഗ് ഒന്നുമില്ലാത്ത വളരെ അലസമായൊരു ദിവസം. ഇങ്ങനെയും ചില ദിവസങ്ങളുണ്ട്. ഒന്നും ചെയ്യാൻ തോന്നാത്ത, ഒരുപാട് താമസിച്ചൊക്കെ എഴുന്നേൽക്കാൻ പറ്റുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രം. പക്ഷേ ഉത്സാഹമുള്ള, പ്രവർത്തനനിരതമായ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസത്തെ ആ ഒരു സന്തോഷവും ഉന്മേഷവും ഒന്നും നമുക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ കിട്ടില്ല. കുറേ പ്ലാന്റ്സ് എല്ലാം കട്ട് ചെയ്ത് പുതിയതായിട്ട് പിടിപ്പിക്കാനുണ്ട്. കുറേ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് മാറ്റാനുണ്ട്. അത് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ചെയ്തു കൊടുക്കാതിരുന്നാൽ അവരുടെ വളർച്ച മുരടിക്കും. അവരിങ്ങനെ നീണ്ടു വളർന്ന് ഭംഗിയില്ലാതാവും. അതുമാത്രമല്ല, ഇമ്മ്യൂണൈസേഷൻ എന്നുള്ളൊരു സംഭവം ചെടികൾക്ക് നഷ്ടമാകുകയും ചെയ്യും. കണ്ടില്ലേ, രാവിലെ തന്നെ എനിക്കത് കാണിച്ചു തരികയാണ്. ആ ഒരു വിൻഗാർ റോസ് നിറയും ഇങ്ങനെ നീലി ബഗ് പോലത്തുള്ള ആ ഒരു വെളുത്ത സംഭവം പറ്റി പിടിച്ചിരിപ്പുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വിൻഗാർ റോസിനെ പിന്നെ നോക്കണ്ട. അതിൻ്റെ നീരെല്ലാം ഊറ്റി കുടിച്ച് നശിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിൻഗ എല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളത്, അതായത് സെയിലിനുള്ള ചെടികൾക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളൊരു പ്രോസസ്സുണ്ട്. നമ്മൾ വിചാരിക്കും മഴ പെയ്തിട്ടുണ്ടല്ലോ നല്ല വെള്ളം ഉണ്ടെന്ന്. പക്ഷേ തമിഴ്നാട്ടിലെ മണ്ണ് നമ്മളെ ചതിക്കുന്ന മണ്ണാണ്. നല്ല മഴ പെയ്തല്ലോ, ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിച്ചാലും ഉച്ചയാകുമ്പോഴത്തേക്ക് ചെടികൾ വാടിയിട്ടുണ്ടാവും. അതെല്ലാം ഒരുവിധം പൂർത്തിയാക്കി വന്നു കഴിഞ്ഞാലും നമുക്കിപ്പോൾ ചെയ്യാൻ ധാരാളം ജോലികൾ വീട്ടിൽ തന്നെ ബാക്കിയുണ്ടാകും. സമ്മർ വെക്കേഷനൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത് ചെറിയ പ്രായത്തിലാണല്ലോ. ഇപ്പം നമുക്ക് സമ്മർ വെക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ ചെറിയൊരു തലവേദനയാണ്. നമ്മുടെ സ്റ്റാഫ് കൂടി ലീവായിരിക്കുന്ന ദിവസങ്ങളിലായിരിക്കും എൻ്റെ മക്കളെ ഏറ്റവും കൂടുതൽ പ്രവർത്തന നിരതരായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാ വീട്ടിലും ഉണ്ടാകും ഇങ്ങനെ സമാധാനിയായിട്ടുള്ള ഒരാൾ, കുറച്ചൊരാശ്വാസം. ഇങ്ങനെ സഹായിക്കാൻ തോന്നുന്നത് ചില സമയങ്ങളിൽ മാത്രം വളരെ വിരളമായി തോന്നുന്ന ഒരു തോന്നലാണ്. ആ ഒരു പെസ്റ്റ് അറ്റാക്ക് എല്ലാ ചെടികളിലേക്കും വ്യാപിക്കുന്നതിന് മുന്നേ തന്നെ കുറേ പ്ലാന്റ്സ് എല്ലാം കട്ട് ചെയ്ത് പുതിയ ചെടികളാക്കണം. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിവസം നേരുന്നു.